വഞ്ചിയൂർ കോടതി ഒരു വിധിയോടെ പ്രസ്താവിച്ചിരിക്കുകയാണ്. മാത്രമല്ല KPMSന്റെ പേരോ കൊടിയോ ചിഹ്നങ്ങളോ ലെറ്റർ ഹെഡോ ഓഫീസോ ഉപയോഗിക്കാൻ പാടില്ല എന്ന് മാത്രമല്ല, സമ്മേളനങ്ങളോ യോഗങ്ങളോ കമ്മിറ്റികളെ വിളിച്ചുകൂട്ടാൻ പോലും ഉള്ള അവകാശം ഇല്ല എന്ന് കോടതി അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പക്ഷേ ഇന്ന് ആ കോടതി വിധിയെ ധിക്കരിച്ചുകൊണ്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ചെറിയ രൂപത്തിലാണെങ്കിലും ചില യോഗങ്ങൾ സംഘടിപ്പിക്കുന്നതായി ഞങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. ഇവിടെ കോടതി വിധിക്ക് മുമ്പ് തന്നെ ജനറൽ സെക്രട്ടറിയെ പുറത്താക്കിയ അല്ലെങ്കിൽ പൊന്നല സുകുമാരനെ പുറത്താക്കിയതിന്റെ അടിസ്ഥാനപരമായ കാരണം എന്ന് പറയുന്നത്, നമ്മുടെ സംസ്ഥാന കമ്മിറ്റിയിൽ ഭൂരിപക്ഷം ഏതാണ്ട് 42 പേരിൽ 30 പേരും ഒരുമിച്ച് നിന്നുകൊണ്ട് ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ പോലും 15 സെക്രട്ടേറിയറ്റ് എന്ന് പറയുന്നത് KPMSന്റെ ഏറ്റവും ഉയർന്ന ബോഡിയാണ്. 15 പേരാണ് ആ ബോഡിയിലുള്ളത്. 15 പേരിൽ 11 പേരും ഒരുമിച്ച് നിന്നുകൊണ്ട് ഓരോ പ്രശ്നം ഉന്നയിക്കുമ്പോൾ പോലും അതൊന്നും ചെവിക്കൊള്ളാതെ ഏകാധിപത്യപരമായ ജനാധിപത്യ വിരുദ്ധമായ സംഘടനാ പ്രവർത്തന ശൈലിയാണ് ശ്രീകുമാർ ആദ്യം മുതൽ തന്നെ തുടങ്ങി വന്നത്. മാത്രമല്ല, സാമ്പത്തിക അച്ചടക്കമില്ലായ്മ, സാമ്പത്തിക തിരിമറി എന്നുള്ളത് വളരെ ഗുരുതരമായ സാമ്പത്തിക തിരിമറി കണ്ടെത്തുകയും ആ സംഭവങ്ങളെ സംബന്ധിച്ചുള്ള അന്വേഷണം നടത്തുകയും അതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം 5,10,000 രൂപ തിരിച്ചടയ്ക്കാം എന്ന് സമ്മതിക്കുകയും, മാത്രമല്ല അത് എന്റെ പ്രോപ്പർട്ടി വിറ്റുകൊണ്ടാണെങ്കിലും ആ പണം തിരിച്ചടയ്ക്കും എന്ന് സംസ്ഥാന കമ്മിറ്റിയിൽ വാക്കുകൊടുക്കുകയും ആ സംസ്ഥാന കമ്മിറ്റിയിൽ പറഞ്ഞ കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം കൃത്യസമയത്ത് അത് അടയ്ക്കാതിരിക്കുകയും ഈ ജനാധിപത്യ വിരുദ്ധ സമീപനം തുടരുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ ഭൂരിപക്ഷം ആളുകളും ഒരുമിച്ച് നിന്നുകൊണ്ട് പ്രസിഡന്റിനോട് ആവശ്യപ്പെടുകയും അതിന്റെ അടിസ്ഥാനത്തിൽ എറണാകുളത്ത് വെച്ച് 24-ാം തീയതി കൂടിയ കമ്മിറ്റി യോഗത്തിലേക്ക് ഈ ജനറൽ സെക്രട്ടറി പൊന്നല സുകുമാരന്റെ നേതൃത്വത്തിലുള്ള ഗുണ്ടാ സംഘം ഇടിച്ച് കയറുകയും അവിടെയുള്ള സംസ്ഥാന നേതാക്കൾ മുഴുവൻ മർദ്ദിച്ചൊതുക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, അതിനുശേഷം ഇത്തരത്തിലുള്ള മർദ്ദന സംവിധാനങ്ങൾ കേരളത്തിൽ വ്യത്യസ്തമായ സ്ഥലങ്ങളിൽ വ്യത്യസ്തമായ നേതാക്കളെ മർദ്ദിക്കുന്ന സംഭവങ്ങൾ വീണ്ടും ഉണ്ടായിട്ടുണ്ട്. അപ്പം ഈ ഏകാധിപത്യ പ്രവണതയ്ക്കും ജനാധിപത്യ വിരുദ്ധ നടപടികൾക്കും സാമ്പത്തിക തിരിമറികൾക്കും അതോടൊപ്പം തന്നെ ഗുണ്ടായുസത്തിനുമെതിരായ ഒരു നടപടിയായിരുന്നു പൊന്നല സുകുമാരനെ പുറത്താക്കിയ നടപടി എന്നുള്ളതാണ് നിങ്ങൾ അറിയേണ്ടത്. കോടതി വിധിയുടെ യഥാർത്ഥ കോപ്പി എന്റെ കൈവശമുണ്ട്, ഞങ്ങളുടെ കൈവശമുണ്ട്. ആർക്ക് വേണമെങ്കിലും ഇത് പരിശോധിക്കാവുന്നതാണ്. ഈ കോടതി വിധിയിലൂടെ ഇത്തരം സമ്മേളനങ്ങളൊന്നും നടത്താൻ പാടില്ല എന്ന് വളരെ കൃത്യമായി കോടതി പറഞ്ഞിരിക്കുകയാണ്. പക്ഷെ എന്നാലും KPMS